അതെ ദീപ്തി, അതെ അതാ നിങ്ങൾ എങ്ങനെയാണ് സെറ്റ് ആയത്? അവൾക്ക് ചില കാഴ്ചക്ക് ചെറിയൊരു കുഴപ്പമൊക്കെ ആയ സമയത്താണെന്ന് തോന്നുന്നു. ടെൽ മീ അബൌട്ട് യുവർ ലവ് സ്റ്റോറി. കാരണം ദീപ്തി എനിക്ക് നേരിട്ട് അറിയാം. ദീപ്തിയെ ഞാൻ രാജേഷിനെ പരിചയപ്പെടുന്നതിന് ഇപ്പോഴാണ് രാജേഷിനെ നേരിട്ട് പരിചയപ്പെടുന്നത്. പക്ഷേ ദീപ്തി എനിക്ക് അതിന് മുമ്പേ അറിയാം. അപ്പം എങ്ങനെയാണ് ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ഇവളൊന്ന് ആദ്യം കണ്ടിട്ട് എന്നത്തെ സ്കൂട്ടിൽ വർക്ക് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ അപ്പോൾ വന്നില്ല. പിന്നെ രണ്ടാമത് സുധീഷ് ചേട്ടനും രതീഷ് ചേട്ടനൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ വന്നു. ആ അപ്പോൾ എനിക്ക് താല്പര്യമില്ലാതെയാണ് ഞങ്ങൾ പുള്ളിക്കാരത്തി കണക്ഷൻ എന്താണ്, തുടങ്ങി. AD ആണോ? പുള്ളി ഏരിയാണ് ബോംബെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് വിളിച്ചത്. അപ്പം നമുക്കൊരു ഫീമെയിൽ പിന്നെ അസോസിയേറ്റ് വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ വിളിച്ചതാണ്. ഞാൻ വിളിച്ചപ്പോൾ വന്നില്ല. ആ എന്നിട്ട് രണ്ടാമത് വന്നു ആ അതിലേക്ക്. അങ്ങനെ ഞങ്ങളൊരു ഫ്രിക്ഷനിലാണ് തുടങ്ങിയത്. നമ്മൾ രണ്ടാളും ഇപ്പം ഭയങ്കര കംഫർട്ടബിൾ സ്പേസിൽ നല്ലോണം സംസാരിക്കുന്ന ആൾക്കാരാണ്. ആ ഞാനിതിൽ കാസ്റ്റിംഗ് ഡയറക്ടറും അഭിനയം ഒക്കെ ആയിട്ടാണ് എന്നത്തെ കേസുള്ളത്. അപ്പം ആ സമയത്ത് പിന്നെ നല്ലോണം സംസാരിക്കുന്ന ഒരു പിന്നെ കുറേയധികം സംസാരിക്കാനുള്ള ഒരാൾ. ആ അങ്ങനെയാണ് ദീപ്തിന് പരിചയം. അവളുടെ സംസാരങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് കേട്ടിരിക്കാറുണ്ടായിരുന്നു. രസമാണ്. ഇങ്ങനെ വളരെ പിന്നെ നല്ലൊരു ഫ്രണ്ടായിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. പിന്നെ ഒരു നല്ലൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ എന്താ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഞങ്ങളുടെ പ്രേമം. ആ മൂമെന്റ് എന്താണെന്ന് പറയുന്നില്ല. ആ മൊമെൻ്റ് ഞങ്ങൾ എന്നത്തെ കേസോട് റിലീസായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് സമയം ഒരുമിച്ചുണ്ടായിരുന്നു. കുറച്ച് ഞങ്ങളെല്ലാവരും ടീമായിട്ട് നടക്കുമായിരുന്നു കുറേ. അങ്ങനെ ആ സംസാരങ്ങളും പരിപാടികളുമാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ കണ്ടിന്യൂ ചെയ്താലോ എന്ന് തോന്നി. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നോക്കി കുറച്ച്. അപ്പൊ സിനിമയിലുള്ള എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കല്ലേ മോനെ, അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനും ഇപ്പോൾ ഇനി വരുന്ന ആൾക്കാരോട് പറയാനും പോവാണ്. ഇരുന്നിട്ട് അത് അവർക്കും അറിയാൻ തോന്നുന്നു. ഞങ്ങളങ്ങനെ കല്യാണത്തിൻ്റെ ഫാൻസ് ഒന്നുമല്ല. പിന്നെ ഫാമിലിക്കൊക്കെ നമ്മൾ രണ്ടാൾക്കാർക്കും ഫാമിലിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ആഗ്രഹങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതാണ് കല്യാണം, ഈ ചടങ്ങ്. പിന്നെ ദീപ്തിക്ക് ഈ ഫങ്ഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരാളാണ്, പാർട്ടിയുടെ ആളാണ്. അപ്പോൾ അവൾ ഇത്രയും കാലം മറ്റേ കല്യാണം പാർട്ടി അവളുടെ സ്വപ്നത്തിലൊന്നാണ്. അപ്പോൾ എനിക്ക് ആ പാർട്ടിയുടെ കൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. നല്ലതായിരുന്നു. നിങ്ങളൊരു അടിപൊളി കല്യാണ പാർട്ടി ഉണ്ടായിരുന്നു അല്ലേ? അടിപൊളി കല്യാണം. ഞാൻ വിചാരിച്ചിട്ടില്ല, എൻ്റെ കല്യാണത്തിനെ കുറിച്ച് ഞാൻ ഇമാജിൻ പോലും ചെയ്തിട്ടില്ല. അങ്ങനെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ഫ്രണ്ട്സും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ബഹളം മയായിരുന്നു. ഇവിടെ ഡാൻസും പാട്ടും ഒക്കെ നല്ല രസമാണ്. നല്ല കോമ്പിനേഷനാണ്. കാസർഗോഡുകാരനും ബോംബെന്ന് വന്ന പെങ്കൊച്ചും അല്ലേ? ശരിക്കും അവള് കുറേ വർഷങ്ങൾ ബോംബെ തന്നെ അല്ലായിരുന്നു. അവൾ എങ്ങനെ ഇത് സഹിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരു പ്രൊഫഷണൽ കൊളാബറേഷൻ കൂടിയാണല്ലോ അല്ലേ സിനിമയിൽ? അതെ. ഷീ ഈസ് ഓൾസോ വർക്കിംഗ് വിത്ത് യു ഓൺ ദ മൂവി. എൻ്റെ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ്. ഇപ്പം എൻ്റെ പാർട്ട് ടൈം മാനേജറും കൂടിയാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ്. അതെ, യെസ്.